എം ശ്രീക്കെതിരെ ശക്തമായ നിലപാടെടുത്തുന്നത് ഇടതുപക്ഷമാണ്, CPM ആണ്. അങ്ങനെയുള്ള CPM എങ്ങനെയാണ് PM ശ്രീയിൽ ഒപ്പിട്ടത്? മന്ത്രിസഭ അറിയാതെയാണ്. മന്ത്രിമാർ അറിയാതെ ഒപ്പിടുകയാണ് ചെയ്തിരുന്നത്. അത് മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. അത് പിന്നീട് വിശദീകരിക്കാൻ മന്ത്രി ശിവൻകുട്ടി ബുദ്ധിമുട്ടും നമ്മൾ കണ്ടതാണ്. അതാണ് അവിടെ ചർച്ചയായിരുന്നത്. ആ സമയത്ത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് PM ശ്രീ ഒപ്പിട്ടിരിക്കുന്ന മറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള വാദം അന്ന് CPM ശക്തമായി ഉന്നയിച്ചതാണ്. അത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ, പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇവിടെ വാദം എന്ന് പറയുന്നു. അതിൽ ചില കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാണ് PM ശ്രീയെ ഞങ്ങൾ പൂർണ്ണമായി എതിർക്കും. നിങ്ങൾ എതിർത്തല്ലോ, നിങ്ങൾ എതിർത്തിട്ട് നിങ്ങൾ എങ്ങനെ ഒപ്പിട്ടു എന്ന വാദമാണ് ചോദിച്ചത്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഞാൻ പറയട്ടെ, എന്റെ ഭാഗം പറയട്ടെ. കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നൽകുന്ന വിശദീകരണം കോൺഗ്രസ് ഭരിക്കുമ്പോഴല്ല, അതിനു മുൻപ് BJP ഭരിച്ച സമയത്താണ് ഒപ്പുവെച്ചതെന്നാണ്. അല്ലാണ്ട് കോൺഗ്രസ് അവകാശപ്പെടുന്നില്ല. അല്ല, ഞാൻ കോൺഗ്രസ് അവകാശപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോ എന്താ പറഞ്ഞത്? ഞാൻ എന്താണ് പറഞ്ഞത്? അല്ല, ഞാൻ എന്താണ് പറയുന്നത്? എന്താണ് പറയുന്നത്? ഞാൻ എന്താണ് പറയുന്നത്? കോൺഗ്രസ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് രണ്ട് അഭിപ്രായമാണ്. കോൺഗ്രസിന് നിലപാടുണ്ട് എന്ന് കൂടി പറയല്ലേ? അല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ സുനിൽ. ഇവിടെ CPM പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. CPM കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടല്ലോ എന്ന വാദം പറഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ ഈ തരത്തിൽ പറയുന്ന, ഞാൻ സുനിൽ പറഞ്ഞ പ്രകാരമല്ല, കോൺഗ്രസിലെ ചില പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ പറഞ്ഞത് CPM നിലപാടുണ്ട്, എന്നിട്ട് CPM പോയി ഒപ്പിടുന്നു. എങ്ങനെ ഒപ്പിടുന്നു? ഒളിച്ചു പോയി ഒപ്പിടുന്നു, മന്ത്രിസഭയെ അറിയിക്കാതെ ഒപ്പിടുന്നു. ഇതാണ് അവർ പറഞ്ഞിരുന്ന വാദം. ഇതിനാണ് മറുപടി വേണ്ടത്. അതല്ലാതെ പോട്ടെ, കോൺഗ്രസിന് KC വേണുഗോപാലൊക്കെ ശരിയാണ്, PM ശ്രീക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേസമയം VD സതീശൻ പറഞ്ഞ നിലപാട് എന്താണ്? കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക അത് വാങ്ങിച്ചെടുക്കണം, അതല്ലാതെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൽ ഇടപെടാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്ന ചോദ്യമാണ്. അതാണ് പരിശോധിക്കേണ്ടി വരിക. കാരണം പണം തന്നിട്ടുണ്ടെങ്കിൽ പാഠ്യപദ്ധതി ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് ഇതുവരെ BJP കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിട്ടുള്ളത്. അതിനെതിരെയാണ് ശക്തമായി പ്രതികരിക്കേണ്ടി വന്നിട്ടുള്ളത്. അതൊക്കെ അന്നത്തെ ഇടത് സർക്കാരും ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പണം മാത്രം തരും, ബാക്കിയെല്ലാം ഞങ്ങൾ ചെയ്യും എന്ന രൂപത്തിൽ നടപ്പാക്കാനാകുമോ എന്ന് പരിശോധിക്കുകയാണോ VD സതീശൻ ചെയ്യുന്നത് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കണം.